നമസ്തേ. കനാന്യക്കാരിയായ സ്ത്രീയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്നത്തെ വേദവായന. എത്രമേൽ പ്രതികൂല പ്രതികരണങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വരുന്നത്. ഓരോന്നിനെയും അതിജീവിച്ച് അവൾ തമ്പുരാനോടുള്ള ഭാഷണം, തന്റെ പ്രാർത്ഥന തുടരുകയാണ്. ഭൂതം ബാധിച്ച തന്റെ മകൾക്ക് വേണ്ടിയാണ് അവൾ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇവൾ ഒരു പ്രതീകമാണ്. സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. മാനം കെട്ടവരും കെടുത്തുന്നവരും ഏറുകയും ബഹുമാനമുള്ളവർ വല്ലാതെ കുറഞ്ഞു വരികയും ചെയ്യുന്ന പുതിയ കാലത്തിന്റെ അവിവേകങ്ങളെ പ്രാർത്ഥന കൊണ്ടല്ലാതെ എങ്ങനെയാണ് നാമും പ്രതിരോധിക്കുക? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലക്ഷ്യം വല്ലാതെ ചെറുതാവുന്നുണ്ടോ? ഒന്നാമനാകുന്നതിനുള്ള മത്സരങ്ങളല്ലാതെ ഒന്നും കാണാനാവാത്ത പോലെ. നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ അവർ കുറഞ്ഞു വരുന്നു. തിരുനാളുകൾക്ക് തോരണം ചാർത്താൻ അവരില്ല. മൈതാനങ്ങളിൽ പന്തുകളി നടത്താറില്ല. മരണവീടുകളിൽ അന്തിപ്പാട്ട് പാടാനുമില്ല. മുത്തശ്ശന്മാരുടെ വിരൽത്തുമ്പുകളിൽ ഒരു ഊന്നുവടി പോലെയും അവരെ കാണാനില്ല. എവിടെയാണ് നീ, എന്റെ മകനെ? നിങ്ങൾ എന്തിനാണ് ആ നീണ്ട ക്യൂവിന്റെ പിന്നിൽ തലയൊളിപ്പിച്ചു നിൽക്കുന്നത്? മണിക്കൂറുകളോളം നെറ്റിൽ കുടുങ്ങി വിമ്മിഷ്ടപ്പെടുന്നത്? ഏത് ഭൂതമാണ് ഭായി നമ്മളെ ബാധിച്ചിരിക്കുന്നത്? അമ്മമാരെല്ലാ കാലവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അല്ല, അമ്മ എന്നാൽ പ്രാർത്ഥന എന്നൊരർത്ഥം നൽകിയാലും തെറ്റുവരാനിടയില്ലല്ലോ. ഡോക്ടർ രാധാകൃഷ്ണന്റെ ഒരു വാക്കുണ്ട്: ഏതുതരം വിളക്കിലായാലും വെളിച്ചം അന്ധകാരത്തെ നീക്കുന്നു. ഏതുതരം ഉദ്യാനത്തിലായാലും റോസപുഷ്പം ചൊരിയുന്നത് ഒരേ പരിമളമാണ്. വിജാതീയരായ ഈ സ്ത്രീയുടെയും മകളുടെയും ഓർമ്മയും അതിലെ ദൈവകരുണയുടെ ഭേദമില്ലാത്ത പൂവിടലും പ്രകാശനവും ഈ നല്ല പാഠത്തെയാണ് സിരകളിൽ ഉണർത്തുന്നത്. പ്രാർത്ഥിക്കാം. കനാന്യ സ്ത്രീക്ക് മറുപടി നൽകുകയും അവളുടെ പുത്രിയെ പിശാചിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത കാരുണ്യവാനെ, ഞങ്ങളുടെ ആത്മാക്കളെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ. ആമേൻ. ആദരവോടെ സക്കീർ.